ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന ദൈവദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ, ഓൺലൈനിൽ ദൈവവചനം ഈ രാവിലെ സമയം ശ്രദ്ധിക്കുകയും നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, അതിഥികളായി നമ്മുടെ മധ്യത്തിലുള്ളവർ, നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും സഭയിൽ കടന്നു വന്നു. നിങ്ങളോട് ഒത്തായിരിക്കാൻ ദൈവം അവസരം നൽകിയതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വളരെ ഗൗരവമായൊരു വിഷയമാണ്. അതിൻ്റേതായ ഭാരത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും എന്നെനിക്ക് നിശ്ചയമില്ല. നമ്മുടെ ആത്മീയ സമൂഹത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നാം പിൻപറ്റുന്ന വളരെ ഗുരുതരമായ ഒരു വിഷയം നിങ്ങളോട് പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നാം വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവ മക്കൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതെല്ലാം ദൈവാനുഗ്രഹമായും നല്ലതല്ലാത്തതൊക്കെ പിശാചിൻ്റെ തടസ്സങ്ങളായും, നാം ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യം നടന്നില്ലെങ്കിൽ അത് സാത്താൻ തടഞ്ഞു, അല്ലെങ്കിൽ അത് ദൈവഹിതമല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. ചിലപ്പോഴൊക്കെ ചില ആളുകളെങ്കിലും തങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് ദൈവവചനത്തിൻ്റെ മുമ്പിലോ ദൈവസന്നിധിയിലോ ഇരിക്കുന്നതിന് പകരം ഇതിനൊക്കെ വരപ്രാപ്തന്മാർ എന്ന് വിചാരിക്കുന്നവരുടെ അടുക്കിലേക്ക് ഓടുകയും അവർ പറയുന്നത് അതുപോലെ തന്നെ ഏറ്റെടുക്കുകയും അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് അതാണ് ശരി എന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചു വരികയാണ്. ഒരേ വിധത്തിലുള്ള ജീവിത അനുഭവം അപ്പോസ്തലനായ പൗലൂസിൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ പൗലൂസ് അതിനെ കണ്ട വ്യത്യസ്തമായ നിലപാടാണ് ഈ രാവിലെ സമയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, പെന്തക്കോസ്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമായും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും പരിശുദ്ധാത്മ പകർച്ചയിലും രൂപം കൊണ്ടതാണ്. പരിശുദ്ധാത്മ സാന്നിധ്യമോ ആത്മാവിൻ്റെ പ്രവർത്തനമോ ആത്മാവിൻ്റെ നിയന്ത്രണമോ ഇല്ലാത്തതൊന്നും തന്നെ പെന്തക്കോസ്ത് കൂടിവരവാണ്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് മാർഗമാണ് എന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല വചനത്തിൻ്റെ വെളിച്ചത്തിൽ. കാരണം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നു എന്നുള്ളത് കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലുള്ള, അല്ലെങ്കിൽ ആത്മപകർച്ചയുടെ വലിയൊരു പ്രദർശനശാല എന്ന നിലയിലും ഒക്കെയാണ് ഈ പദം ഈ സമൂഹത്തിന് ലഭിച്ചത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാ പ്രവർത്തനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാ പ്രവർത്തനം വാസ്തവമായതുകൊണ്ടും അത് ശരിയായതുകൊണ്ടുമാണ് ഈ ആത്മീയ മേഖലയിൽ ഇതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കള്ള നാണയങ്ങൾ ഉണ്ടാകുന്നതും. മൂല്യമുള്ളതിന് മാത്രമേ കൗണ്ടർ ഫിറ്റ് ഇറങ്ങത്തുള്ളൂ. ലോകത്തിലൊരു രാജ്യത്തും $1 ബില്ല് അല്ലെങ്കിൽ ₹1 കറൻസി ആരും കള്ളനോട്ട് അടിക്കാറില്ല. കാരണം അതിന് മെനക്കെടാൻ മനുഷ്യൻ തയ്യാറല്ല. അതേസമയം 2000 നോട്ട് നമുക്കുണ്ടായിരുന്ന ഒരു കാലം ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നുള്ളതിൽ ഏറ്റവും വലുത് 500 500 അടിക്കാനാണ് താല്പര്യം. കാരണം ഒരെണ്ണം ചിലവാക്കിയാൽ 500 ഒത്തു എന്നുള്ളതാണ്. ഇവിടെയും $20 ബില്ല് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്കിൽ കൂടുതലും $100 ബില്ലാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ മകൾ അക്സയുടെ കയ്യിൽ റെൻറ്റ് കളക്ട് ചെയ്ത ക്യാഷും അല്ലാതെ മണി ഓർഡർ ചെക്കെല്ലാം കൂടെ ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു വിട്ടു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഈ രാജ്യത്ത്. അവളത് കൊണ്ടുപോയി കൊടുത്ത ഉടനെ തന്നെ ആ ബാങ്കിലെ ടെല്ലർ ഇത് കൗണ്ട് ചെയ്തു. ഒരു $100 ബില്ല് ഹോൾഡ് ചെയ്തു. കൊച്ചെന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചേച്ച് പറഞ്ഞു, ഡാഡ്
ഇതിനകത്ത് ഒരെണ്ണം കൗണ്ടർ ഫിറ്റാണ്, ബാങ്കുകാർ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറയും. ഓവർ ദ ഫോണിൽ അവരെന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ മറുപടി പറഞ്ഞു. നമ്മുടെ നാട്ടിലാണ് എനിക്ക് തോന്നുന്നത് തിരിച്ചു തരുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇവിടെ തിരിച്ചു കിട്ടത്തില്ല. അവർ തന്നെ അതങ്ങ് എടുത്തു. എൻ്റെ 100 രൂപ ആ മാസം മാറി കിട്ടി. കാരണം ഇതാര് തന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഈ റൂഫ് വർക്കും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നവർ ക്യാഷ് തരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ലഭിച്ചതായിരിക്കാം. പക്ഷെ എനിക്കത് തിരിച്ചറിയാൻ ഒരു മാർഗവും ഇല്ലഞ്ഞു. നമ്മൾ അത് കിട്ടിയത് മേടിച്ചുകൊണ്ടെങ്കിൽ പോന്നു. പക്ഷെങ്കിൽ അത് തിരിച്ചറിയാനുള്ള സിസ്റ്റം ഉണ്ടായിരുന്നിടത്ത് അത് തിരിച്ചറിഞ്ഞു. അതിൻ്റെ റിസൾട്ട് നഷ്ടമാണ്. നമ്മൾ എത്ര നല്ല മാന്യമായ ഡ്രസ്സ് ധരിച്ച് എത്ര ഭംഗിയായിട്ടാണെങ്കിലും നമ്മളൊരു ക്യാഷ് കൗണ്ടറിൽ ഒരു 100 രൂപ ബില്ല് കൊടുത്താൽ ആ ക്യാഷ്യർ അന്നേരം തന്നെ ഒരു മാർക്കർ വെച്ച് ആ നോട്ടിൽ വരയ്ക്കുന്നത് നമുക്ക് കാണും. നമ്മളെ വിശ്വാസക്കുറവ് കൊണ്ടൊന്നുമല്ല, അവൾ അവരുടെ ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, ഈ ആത്മീയ സമൂഹത്തിൽ ഈ കൗണ്ടർ ഫിറ്റ് ഇറങ്ങാൻ കാരണം പരിശുദ്ധാത്മാവിന് ഇന്നും ഈ സമൂഹത്തിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ്. ആത്മാവ് എന്തു പറയുന്നു എന്നും ആത്മാവിൻ്റെ ഹിതം തിരിച്ചറിയുന്നതിനും ആളുകൾക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നത്. ഞാനതൊക്കെ വിടുകയാണ്. ഇവിടെ നമുക്കിന്ന് സമയം മുമ്പിലില്ലാത്തതുകൊണ്ട് സമയ നിയന്ത്രണം ഇല്ല എന്നാണ് എൻ്റെ ചിന്ത. വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലൂസ് തെസലോനിക്കർക്ക് എഴുതിയ 1 തെസലോനിയൻസ് chapter 2 verse 18. 1 തെസലോനിക്കർ 2-ാം അധ്യായം 18-ാം വാക്യം. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ, 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട പദപ്രയോഗം, 1-2 പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. പക്ഷെ എൻ്റെ ആഗ്രഹം സഫലമായില്ല, എൻ്റെ യാത്ര നടന്നില്ല. അതിൻ്റെ കാരണക്കാരൻ ആരാണ്? സാത്താനാണ്. ആരായത് പറഞ്ഞേ? പൗലോസ്. അടുത്ത വേറൊരു ഭാഗം കൂടെ നമുക്ക് ഇതിനോട് ചേർത്ത് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ഇവിടെ ആര് തന്നെയാണ് കഥാപാത്രം? പൗലൂസ് തന്നെയാണ്. യാത്രക്കിടയിലാണ്. പക്ഷെ ഇവിടെ ഈ യാത്ര വിലക്കുന്നത് പിശാചല്ല. ഇവിടെ ഈ യാത്ര വിലക്കുന്നത്, തടയുന്നത് ആരാണ്? യേശുവിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ്. ഒരേ വ്യക്തി യാത്ര ചെയ്യുന്നു, പക്ഷെങ്കിൽ 2 നിലയിൽ ഇദ്ദേഹത്തിന് മുമ്പിൽ കാര്യങ്ങൾ തടസ്സപ്പെടുന്നു. ഒന്നിനെ അദ്ദേഹം തിരിച്ചറിയുന്നു, ഇത് പിശാച് ചെയ്ത പണിയാണ്, ഇത് പിശാചിൻ്റെ തന്ത്രമാണ്, പിശാചിനെ തടയുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത് പൗലൂസ് സുവിശേഷം പ്രചരണത്തിന് വേണ്ടി പോവുകയാണ്. ആസ്യയിലും ബിഥുന്യയിലും, ആസ്യയിൽ ആദ്യം പോകാൻ ആഗ്രഹിച്ചു, പരിശുദ്ധാത്മാവ് വിലക്കി. അടുത്തതെന്നാൽ അങ്ങനെയാണെങ്കിൽ ബിഥുന്യയിലേക്ക് പോയേക്കാം, ബിഥുന്യയ്ക്ക് പോകുന്നതും വിലക്കി. അപ്പോൾ സുവിശേഷീകരണത്തെ അല്ലെങ്കിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനെ, ഒരു സ്ഥലത്ത് ദൈവവചനം ഘോഷിക്കുന്നതിനെ ആര് തന്നെ വിലക്കി? പരിശുദ്ധാത്മാവ് വിലക്കി. കാരണം ഇത് പരിശുദ്ധാത്മാവാണ് തന്നെ വിലക്കുന്നതെന്ന് ആര് തിരിച്ചറിഞ്ഞു? പൗലൂസ് തിരിച്ചറിഞ്ഞു. എന്നാൽ തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് തൻ്റെ യാത്ര തടസ്സപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണെന്നോ ദൈവപ്രവർത്തനമാണെന്നോ അല്ല പറയുന്നത്. എൻ്റെ യാത്ര 1-2 പ്രാവശ്യം എൻ്റെ യാത്ര മുടക്കിയത് ഈ സാത്താൻ എന്നെ തടഞ്ഞു എന്നുള്ളതാണ്. ഇത് രണ്ടും അപ്പോസ്തലനായ പൗലൂസ് തിരിച്ചറിഞ്ഞു. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്ന വിഷയം സ്പിരിച്വൽ ഡിസേൺമെൻറ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രോവിഡൻഷ്യൽ ആൻഡ് ഡിമോണിക് എന്നുള്ളതായ സബ്ജക്റ്റാണ്. ഇത് ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ മറ്റെങ്ങുമൊന്നുമല്ല, ദൈവസന്നിധിയിലിരുന്ന് ഞാൻ പ്രാപിച്ച ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറുകയാണ്. അപ്പോൾ ആത്മീയമായ വിഷയങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ വകതിരിച്ച് അറിയുക, ദൈവികവും പൈശാചികവും വകതിരിച്ച് അറിയുക എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലൂസ്
അഥേനയിൽ ഇരുന്നു കൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം എഴുതുന്നത്. തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ തെസ്സലോനിക്കയിൽ അപ്പോസ്തലനായ പൗലൂസ് വലിയ എതിർപ്പ് നേരിട്ട ഒരു സ്ഥലമാണ്. സുവിശേഷ പ്രവർത്തനത്തിന് ചെന്നപ്പോൾ യഹൂദന്മാരുടെ പള്ളി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആ യഹൂദ പള്ളി ഉണ്ടായിരുന്നത് കൊണ്ട് യഹൂദന്മാർ ഭയങ്കരമായ നിലയിൽ അപ്പോസ്തലനായ പൗലൂസിനെയും പ്രവർത്തനങ്ങളെയും, പൗലൂസ്, സിൽവനോസ്, തിമോത്തിയോസ്, ഈ ശുശ്രൂഷയെ ശക്തമായി ഇവർ എതിർത്തു. അങ്ങനെ തെസ്സലോനിക്കയിൽ ഒരു നിലയിലും തുടരുവാൻ കഴിയാഞ്ഞ സാഹചര്യത്തിലാണ് പൗലൂസ് ബെരോവയിലേക്ക് പോകുന്നത്. ബെരോവയിൽ നിന്നും നേരെ പോയത് കൊരിന്തിലാണ്. കൊരിന്തിലിരുന്നു കൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ അഥേനയിൽ അതിന് മുൻപുള്ള ഭാഗം പൗലൂസ് പറയുന്നുണ്ട്, വലിയൊരു പ്രതിസന്ധിയിലൂടെ ഈ തെസ്സലോനിക്ക സഭ കടന്നു പോവുകയാണ്. അവരോട് പൗലൂസ് മുൻകൂട്ടി പറഞ്ഞു, നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാകും. കഷ്ടത ഉണ്ടാകും എന്ന് മുൻകൂട്ടി പറയുമ്പോൾ അതൊരു പ്രവചനമാണ്. അപ്പോസ്തലനായ പൗലൂസ് പ്രവാചക സംഘത്തിൽ പെട്ടിരുന്ന ആളാണ്. ശീലാസും പ്രവാചക സംഘത്തിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ പൗലൂസ് തെസ്സലോനിക്ക വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകും, കഷ്ടത ഉണ്ടാകും എന്ന് പറഞ്ഞേച്ചു പോയതാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസ സമൂഹം, അവരെക്കുറിച്ചുള്ള വലിയ ചിന്താഭാരത്തോടുകൂടെ അഥേനയിൽ പൗലൂസ് ഇരിക്കുകയാണ്. അപ്പോൾ താൻ പറയുന്നുണ്ട്, ഞാൻ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടില്ല, എനിക്കൊട്ടും സ്വസ്ഥതയില്ല. എന്തോർത്തിട്ട്? തെസ്സലോനിക്കരെ കുറിച്ച് ഓർത്തിട്ട്. അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ? അവരുടെ ആത്മീയ നിലവാരം എന്താണ്? അവർ പിന്മാറിപ്പോയോ? അതറിയാനുള്ള ആ സഭയെക്കുറിച്ചുള്ള പൗലൂസിൻ്റെ കഷ്ടതകളുടെ ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും. അനേക സഭകളെക്കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കുമുണ്ട് എന്ന് താൻ പറയുന്നുണ്ട്. അപ്പോൾ തെസ്സലോനിക്കർക്ക് എന്ത് സംഭവിച്ചു? അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്നറിയാൻ തൻ്റെ സുഖസൗകര്യങ്ങൾ പൗലൂസ് ത്യജിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇരിക്കേണ്ടി വന്നാലും താൻ പലപ്പോഴും സഹായികൾ തൻ്റെ കൂടുണ്ടായിരുന്നു. അപ്പോൾ സഹായിയായിട്ടുണ്ടായിരുന്ന തിമോത്തിയോസിനെ തെസ്സലോനിക്കയിലേക്ക് അയക്കാൻ തന്നെ പൗലൂസ് തീരുമാനിച്ചു. ഞാൻ എൻ്റെ സൗകര്യങ്ങൾ, എൻ്റെ സുഖകാര്യങ്ങൾ ഒന്നും നടന്നില്ലേലും വേണ്ടില്ല, എനിക്കറിയണം തെസ്സലോനിക്കർക്ക് എന്ത് സംഭവിച്ചു, അവർ വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ടോ, അവരുടെ കഷ്ടതയുടെ നടുവിലൂടെ പതറിപ്പോയോ എന്നറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ അവിടേക്ക് പോകാൻ താൻ തന്നെയാണ് ആദ്യം ആഗ്രഹിച്ചത്. താൻ പറഞ്ഞു, 1-2 വട്ടം ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ കുറഞ്ഞ വർഷം എന്തുണ്ട്? 2 പ്രാവശ്യവും, അല്ലെ 1 പറഞ്ഞാൽ മതി. 2-3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 കൂടുതലുണ്ട്. അപ്പോൾ 1-2 വട്ടം ഞാൻ ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ എന്ത് ചെയ്തു? പിശാച് വിലക്കി എന്നുള്ളതാണ്. അപ്പോൾ പിശാച് ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിൽ വിലക്കിയാലും അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിച്ചാലും അതിൻ്റെ പിന്നാലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പിശാച് ആത്യന്തികമായി ആ വിഷയത്തിൽ ജയമെടുപ്പാൻ ശക്തനായ ദൈവം, അല്ലെങ്കിൽ പിശാചിനേക്കാൾ ശക്തനായ ദൈവം സമ്മതിക്കത്തില്ല എന്നും വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. തെളിവുകൾ പലതുണ്ട്. പിശാച് ഇടപെടുമോ, പിശാച് താൽക്കാലികമായി ജയിക്കുമോ എന്ന് ചോദിച്ചാൽ പിശാചിന് ഇടപെടാൻ കഴിയുമെന്നും താൽക്കാലികമായ ജയം നേടുമെന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ? കാരണം ഭക്തനായ ദാനിയേൽ പ്രാർത്ഥിച്ച് 21 ദിവസം അവൻ്റെ പ്രാർത്ഥനയുടെ ഫലം തടഞ്ഞു വെക്കുവാൻ ആർക്ക് കഴിഞ്ഞു? പാർസിപ്രഭുവിന് കഴിഞ്ഞു. അപ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ ഇടപെടേണ്ടതായിട്ട് വരുന്നു. മോശയുടെ ശവശരീരത്തെ സംബന്ധിച്ചിടത്തോളം പിശാച് തർക്കിച്ചും വാദിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ പ്രധാന ദൂതൻ ഇടപെട്ടു. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ്റെ നന്മയെ തടയുന്ന, അവൻ്റെ ജീവിതത്തിലെ അഭിവൃദ്ധി തടയുന്ന പൈശാചിക ഇടപെടൽ ഉണ്ടായാൽ അതിൻ്റെ പിന്നാലെ ദൈവപ്രവൃത്തി വെളിപ്പെടും എന്ന് നാം ദൈവവചനത്തിലൂടെ കാണുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ പൗലൂസ് ഈ വിഷയത്തിൽ തെസ്സലോനിക്കയിലേക്ക് താൻ പോകാനുള്ള തൻ്റെ ആഗ്രഹം തടയപ്പെടുന്നു എന്നുള്ളതിന്, എന്തുകൊണ്ട് ഇത് നടന്നില്ല എന്നുള്ളതിന് വേദചിന്തകന്മാർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, ഇവിടെ പിശാച് തടഞ്ഞു എന്ന, സാത്താൻ എന്നെ തടഞ്ഞു എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എൻകോപ്റ്റോ എന്ന് പറയുന്ന പദമാണ്. എൻകോപ്റ്റോ. ഈ എൻകോപ്റ്റോ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം വഴിമുടക്കുക അല്ലെങ്കിൽ
സഞ്ചാരയോഗ്യമല്ലാതെ വണ്ണം വഴി തകർത്ത് കളയുക എന്നുള്ള അർത്ഥമാണ്, എൻകോപ്റ്റോ. അപ്പോൾ അപ്പോസ്തലനായ പൗലൂസ് അഥേനയിൽ നിന്നും ഈ തെസലോനിക്കയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വഴിയെ തകർത്ത് കളയുന്ന നിലയിലാണ് പിശാച് എന്ത് ചെയ്തത്, ഇടപെട്ടത്. ആ സാഹചര്യത്തിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുണ്ടായ അല്ലെങ്കിൽ ഇതിൻ്റെ കാരണമെന്നുള്ളതിന് ചില ചിന്തകൾ ഞാൻ പറയാം. ഒന്ന്, യഹൂദന്മാരുടെ അതിശക്തമായ എതിർപ്പ് തെസലോനിക്കയിൽ നിലനിൽക്കുകയാണ്. ആ എതിർപ്പിലേക്ക് വീണ്ടും പൗലൂസിൻ്റെ സാന്നിധ്യം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എതിർപ്പ് വർദ്ധിക്കുകയുള്ളൂ. കാരണം തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പോയ ആളാണ് ശൗൽ എന്ന പൗലൂസ്. അതുകൊണ്ട് ശൗലിനെ കണ്ടാൽ ജനം ഇളകുവാനും അവരുടെ എതിർപ്പ് വളരെ കൂടുവാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത്, അപ്പോസ്തലനായ പൗലൂസ് താൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജഡത്തിൽ എനിക്കൊരു ശൂലം ഉണ്ടായിരുന്നു. അത് തൻ്റെ യാത്രയ്ക്ക് തടസ്സമായി, ദൂരയാത്രയ്ക്ക് തടസ്സമായി തൻ്റെ ജഡത്തിലെ ശൂലം ആ സമയത്ത് കൂടുതൽ അസ്വസ്ഥത സൃഷ്ടിച്ച് കാണും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ശാരീരികമായ എന്തെങ്കിലും ഒരു വൈകല്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ പ്രയാസം നമുക്കുണ്ടായി കഴിഞ്ഞാൽ യാത്ര ചിലപ്പോൾ എന്ത് ചെയ്യുക, തടസ്സപ്പെടാം. ആ നിലയിൽ പൗലൂസിൻ്റെ യാത്രയ്ക്ക് തടസ്സമുണ്ടായി എന്ന് പറയുന്ന ആ ചിന്തയുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള വിഷയമാണ്. നിയമപരമായ വിഷയമെന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പൗലൂസ് തെസലോനിക്കയിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായ ബഹളം അവിടെ എഴുതിയിട്ടുണ്ട്. ഈ പൗലൂസ് യാസോൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിൽ അഭയം തേടി. യാസോൻ്റെ വീട്ടിൽ പൗലൂസ് ഉണ്ടെന്നറിഞ്ഞിട്ട്, പക്ഷെ അവിടെ നിന്ന് പൗലൂസിനെ മാറ്റിക്കളഞ്ഞു. യാസോൻ്റെ വീട്ടിൽ പൗലൂസ് ഉണ്ടെന്നറിഞ്ഞ് ഈ ഇളകിയ പുരുഷാരും യാസോൻ്റെ വീട് വളഞ്ഞ് യാസോനെയും കുറച്ചുപേരെയും പിടിച്ചുകൊണ്ട് പോയി. അവരെ കൊണ്ട് നിയമവാഴ്ചയുടെ മുമ്പിൽ കൊണ്ടുപോയി. അവരുടെ മുമ്പിൽ ജാമ്യം കെട്ടിവെച്ചാണ് യാസോനെയും കൂട്ടുകാരെയും പിന്നെ വിട്ടയച്ചത്. അപ്പോൾ ലീഗലി ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. മേലിൽ ഇവിടെ പ്രവേശിക്കത്തില്ലെന്നോ, നമുക്കറിയാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരു സ്ഥലത്തൊരു പ്രകോപനം ഉണ്ടാകുമ്പോൾ ആ പ്രകോപനം ഉണ്ടാക്കാൻ പ്രേരണയായ ആളുകളെ കൊണ്ടുവന്നിരുത്തി നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായി എഴുതി വെപ്പിക്കും, ഞങ്ങൾ മേലിലൂടെ ഈ പ്രദേശത്ത് കയറുകയില്ല, യാതൊരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല എന്ന് എഴുതി വെപ്പിച്ചിട്ട് വിടും, ജാമ്യത്തിൽ വിടും. അപ്പോൾ യാസോനെയും സഹോദരന്മാരെയും പിടിച്ചുകൊണ്ടുപോയ സമയത്ത് നിയമപരമായി ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ള ചിന്തയുണ്ട്. പക്ഷെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നാം ഗണിച്ചെടുക്കുന്നതോ ഒക്കെയാണ്. ഇനി ഒരു കാര്യങ്ങളുണ്ട്, അത് പൗലൂസ് ഇപ്പോൾ ഇരിക്കുന്നത് കൊരിന്തിലാണ്. കൊരിന്തിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഈ സഭ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാണ്. പക്ഷേ ഈ സഭയിൽ ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. എന്തെല്ലാം കുഴച്ചിലുകളാണ്. അപ്പോൾ ഈ സഭയിലെ ധാർമ്മിക അധപ്പതനത്തിൻ്റെതായ പല വിഷയങ്ങൾ നമുക്ക് അധ്യായങ്ങളിൽ കാണാം കൊരിന്ത് ലേഖനത്തിൽ. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പൗലൂസിന് അവിടെ നിന്നും അതിനിടയിൽ മാറാൻ പറ്റാത്ത സാഹചര്യം കൊരിന്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതിന് വലിയ ശക്തമായ പിന്തുണയൊന്നും ഇതുവരെ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതും ഉണ്ടെന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ ഇതെല്ലാം നാം ഇന്ന് ഈ ഭാഗം വ്യാഖ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ചിന്തിക്കുന്ന ഭാഗങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പൗലൂസ് താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലവാരത്തിലെത്തിയത് നമുക്കറിഞ്ഞുകൂടാ. പൗലൂസ് പറഞ്ഞു, എൻ്റെ യാത്ര തടഞ്ഞത് ആരാണ്? പിശാചാണ്. അതിനകത്ത് തനിക്ക് സംശയമൊന്നുമില്ല. യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചയാൾ, എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾ പറയുന്നു, എൻ്റെ യാത്ര തടഞ്ഞത് സാത്താനാണ്. ഖണ്ഡിതമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് അവസാന ഭാഗത്ത് വരാം. ആ ഭാഗം അടുത്ത ഭാഗം കൂടെ ചേർത്ത് കൺക്ലൂഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലൂസിൻ്റെ സുവിശേഷ യാത്രയുടെ ഭാഗമാണ്. അപ്പോൾ ആ സുവിശേഷ യാത്രയുടെ ഭാഗമായി പൗലൂസ് യാത്ര ചെയ്യുമ്പോൾ ആസ്യയിൽ പ്രസംഗിക്കണമെന്ന് ആർക്കാഗ്രഹം? പൗലൂസിനാഗ്രഹം. ഒരു സുവിശേഷ പ്രഭാഷകന്, സുവിശേഷം ഘോഷിക്കുന്ന ഒരാളിന് ഒരു ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പ്രസംഗിക്കുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. ഒരു കുഴപ്പം ആ കാര്യത്തിലില്ല. അപ്പോൾ ആസ്യയിൽ പ്രസംഗിക്കണ്ട എന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അത് പൗലൂസ് തിരിച്ചറിഞ്ഞു, ഇതാരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അടുത്തത്, എന്നാൽ ആസ്യയിൽ പ്രസംഗിക്കണ്ട എന്നാണ് ആത്മാവ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം. അടുത്ത സ്ഥലം ഏതാണ്? ബിഥുന്യയാണ്. അവിടേക്ക് പോകാനായിട്ട് വിചാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അതും തുടങ്ങി. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പര്യായ പദങ്ങളാണ്. പക്ഷെങ്കിൽ
അങ്ങനെ അതും വിലക്കി കഴിഞ്ഞപ്പോൾ പൗലൂസ് ഈ 2 സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ കഴിയാതെ പൗലൂസ് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പൗലൂസ് കിഴക്ക് നിന്നാണ് താൻ യാത്ര ആരംഭിക്കുന്നത്. താൻ ഈ സ്ഥലത്ത് വന്നിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തെക്കോട്ടോ തിരിയാതെ പൗലൂസിനെ നേരെ പടിഞ്ഞാറേക്ക് കൊണ്ടുപോവുകയാണ്. പടിഞ്ഞാറേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ പടിഞ്ഞാറേക്ക് ഗൈഡ് ചെയ്യുന്നത് ദൈവാത്മാവാണ്. കാരണം താൻ ഈ പറഞ്ഞതായ സ്ഥലങ്ങളിൽ പ്രസംഗിപ്പിക്കാതെ പൗലൂസിനെ ദൈവാത്മാവ് ഹേമിച്ച് തുറമുഖ പട്ടണമായ ത്രോവാസിലേക്ക് കൊണ്ടുവരികയാണ്, പടിഞ്ഞാറേറ്റത്ത് കൊണ്ടുവരികയാണ്. ആ പടിഞ്ഞാറേക്ക് ദൈവാത്മാവ് ഇവരെ നടത്തി ത്രോവാസിൽ വരുമ്പോൾ ആ രാത്രിയിലാണ് പൗലൂസിന് മക്കദോന്യ ദർശനം അല്ലെങ്കിൽ മക്കദോന്യ വിളിയുണ്ടാകും. ആ മക്കദോന്യ വിളിയിലാണ് പറയുന്നത്, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന സുവിശേഷം വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് എത്തുകയാണ്. ദൈവമക്കളെ, നാം ഒരു കാര്യം ഓർക്കണം. യെരുശലേമിലും പരിസരങ്ങളിലും സുവിശേഷ പ്രവർത്തനവുമായി അപ്പോസ്തലന്മാർ ചുറ്റിക്കറങ്ങുമ്പോൾ അപ്പോസ്തലനായ പൗലൂസ് സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായതിനു ശേഷവും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഏരിയകളിൽ വട്ടം കറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ വട്ടം കറങ്ങുന്ന ഇത് നാം സഭാ ചരിത്രം പഠിച്ചാൽ, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രം പഠിച്ചാൽ, യെരുശലേം നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണമെന്ന് പറഞ്ഞ പുള്ളികൾ ഒരു സ്ഥലത്തും പോകാൻ തയ്യാറായില്ല. നമ്മളത് ആദ്യ ഭാഗം നോക്കിയേ കാണാം. യെരുശലേം സഭയിൽ എല്ലാം കുത്തിയിരിക്കുകയാണ്. കുത്തിയിരുന്ന് പ്രാർത്ഥനയും പാട്ടും ഭക്ഷണവും കഴിക്കുകയാണ്. ഉപവാസമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ എല്ലാവരും പൊതുവകയിൽ നിന്നി എല്ലാവരും കൊണ്ടുവന്ന് കുശാല പരിപാടിയാണ്. കാരണം അധ്വാനിക്കേണ്ട, എല്ലാവരും കൊണ്ടുവരുന്നു, ഒന്നിച്ച് പങ്കിടുന്നു, എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നു, ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ ഫെലോഷിപ്പ് പോലെ. പക്ഷെങ്കിൽ അവിടെ പറഞ്ഞിരുന്ന കൽപ്പന എന്ന് പറയുന്നത് ശക്തി ലഭിച്ചു കഴിഞ്ഞു, പരിശുദ്ധാത്മാവ് അവിടെ മധ്യത്തിൽ ഇറങ്ങി. പക്ഷെ എന്നിട്ടും യെരുശലേം വിടാൻ മനസ്സില്ല, അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അതിന് ശേഷമായിട്ട് നാം കുറച്ചുകൂടെ ചാപ്റ്ററുകൾ മുമ്പോട്ട് വരുമ്പോൾ കാണാം, സ്തേഫാനോസ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ്റെ അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന അല്ലെങ്കിൽ ആദ്യത്തെ പുതിയ നിയമ രക്തസാക്ഷിയായി സ്തേഫാനോസ് വരുമ്പോൾ, സ്തേഫാനോസിൻ്റെ കൊല്ലുന്ന സമയത്താണ് എന്ത് ചെയ്യപ്പെട്ടത്? ഈ യെരുശലേം സഭ ചിതറിയത്. അപ്പോൾ ചിതറിക്കേണ്ടതിന് വേണ്ടി ദൈവം ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കൂട്ടൊക്കെ കൂടി പാട്ടും പാടി ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇവർ ഇരുന്നേന്. അപ്പോൾ അവരെ ചിതറിച്ചു കളഞ്ഞു. എന്നിട്ട് ചിതറിപ്പോയവർ അവിടെ സഞ്ചരിച്ചു. ഇതെല്ലാം ഈ വട്ടത്തിൽ തന്നെയാണ്, ദൂരോട്ടൊന്നും പോയില്ല. അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷം പോയില്ല. അടുത്ത ഭൂഖണ്ഡത്തിൽ സുവിശേഷം എത്തിക്കുക എന്നുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു അപ്പോസ്തലനായ പൗലൂസിനെ ആസിയയിലും ബിഥുനിയയിലും വിലക്കിയത്. നാം ആ ഭാഗം പഠിച്ചാൽ കാണാം. എവിടേക്ക് കൊണ്ടുപോകണം? യൂറോപ്പിലേക്ക് സുവിശേഷം എത്തണം. യൂറോപ്പ് സുവിശേഷത്തിന് വേണ്ടി പാകമായിരിക്കുന്നു. യൂറോപ്പിൽ ആളുകൾ സുവിശേഷം ശ്രദ്ധിക്കുവാൻ താല്പര്യത്തോടെ ഇരിക്കുന്നു. അപ്പോൾ യൂറോപ്പിലേക്ക് പോകുവാൻ അപ്പോസ്തലനായ പൗലൂസിനെ ത്രോവാസിൽ ദൈവാത്മാവ് എത്തിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ബാക്കി ഭാഗങ്ങളൊക്കെ പ്രസംഗിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവിടെ എല്ലാം തടഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങൾ നാം വായിക്കുമ്പോൾ, 2 ഇൻസിഡൻറ്റുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ, രണ്ടും അപ്പോസ്തലനായ പൗലൂസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഒന്ന്, എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സഭ പ്രശ്നത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ വീണ്ടും പോയി ഒന്ന് കണ്ട് ധൈര്യപ്പെടുത്തി ദൈവകൃപയിൽ നിലനിർത്തുവാനുള്ള തൻ്റെ ആഗ്രഹം. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കണ്ടതായ ഇൻസിഡൻറ്റ്, ഞാൻ ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം ഘോഷിക്കുവാൻ തിരഞ്ഞെടുത്ത മാനപാത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പൗലൂസ് അവിടെ 2 സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ വളരെ ആഗ്രഹിച്ചിട്ടും പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് വിലക്കിയിട്ട് അവിടെ നിന്ന് മൂവ് ചെയ്ത് ത്രോവാസിലേക്ക് പോകുന്നു. താൻ ആഗ്രഹിച്ച സ്ഥലത്ത് പ്രസംഗിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ട് താൻ എന്ത് ചെയ്തു? സ്ഥലം മാറി പോവുകയാണ്. ഈ പൗലൂസിൻ്റെ ആ നല്ല മനോഭാവം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം നല്ല കാര്യത്തിനാണ് പോയത്, സുവിശേഷീകരണത്തിനാണ് പോയത്. നമ്മളാണെങ്കിൽ വളരെ ഒരുങ്ങി കർത്താവിൻ്റെ നാമം ഘോഷിക്കാൻ വേണ്ടി വളരെ താല്പര്യത്തോടെ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഈ സ്ഥലം കർത്താവ് എനിക്ക് തന്നതാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അവിടെ ചെന്ന് ഒരു പരിപാടിയൊക്കെ ക്രമീകരിക്കാനുള്ള എല്ലാ ആസൂത്രണം ചെയ്ത് അവിടേക്ക് പോകുമെന്ന് വെച്ചു. അവിടെ ചെന്നപ്പം നമ്മളോട് പറയുകയാണ്, മകനെ നിൻ്റെ സ്ഥലം ഇതല്ല, നീ ഇവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യാതെ അത് ഏറ്റെടുക്കാൻ
നമ്മളിൽ എത്ര പേർക്ക് കഴിയും? ഞാൻ അതിൻ്റെ മുമ്പിൽ ചിന്തിച്ചു. ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ്, ഇതല്ല നിൻ്റെ സ്ഥലം വിട്ടു. ഒരു ചോദ്യം ചെയ്യാതെ വീണ്ടും കൂടാരം മാറ്റിയടിക്കാൻ നമ്മുടെ വിശ്വാസ കണ്ണുകൾ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് വളർന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, ഒന്നാം സ്ഥലം എങ്ങനെയെങ്കിലും അങ്ങ് വിട്ടുവെന്ന് വെച്ചു. രണ്ടാം സ്ഥലത്തേക്ക് വന്നു. അവിടെ ചെന്ന് വീണ്ടും എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രമീകരിച്ച് ഇവിടെ ഇത് തന്നെയാണ് എന്നെ ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലമെന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ്ടും അതേ ആത്മാവ് പറയുന്നു, ഈ സ്ഥലവും വിട്ടു. ഇതോടുകൂടെ സുവിശേഷവേല വേണമെങ്കിൽ അവസാനിപ്പിക്കാം. കാരണം ഇത് ദൈവഹിതം അല്ലെന്നാ തോന്നുന്ന. പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള ചില പദങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ആത്മീയ സമൂഹത്തിലുള്ള. ദൈവഹിതം അല്ല. കാരണം ദൈവഹിതമായിരുന്നെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ചൂടുകൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയാൽ ദൈവം തന്നെ എന്നെ അങ്ങനെ വിലക്കേണ്ട കാര്യമുണ്ടോ? അത് ദൈവഹിതം അല്ലെന്നേ എന്നുള്ള പൂർണ്ണമായ തീരുമാനത്തിൽ അങ്ങ് എത്താം. പക്ഷെ പൗലൂസിൽ വ്യാപരിച്ചിരുന്ന ദൈവാത്മാവ്, ശരിയായ ഹോളി സ്പിരിറ്റ്, പൗലൂസിന് അറിയാം ഇത് തൻ്റെ ശുശ്രൂഷയുടെ അവസാന പോയിന്റ് അല്ല. ഇതിനേക്കാൾ വലിയൊരു കൊയ്ത്തിന്, ഇതിനേക്കാൾ വലിയൊരു സ്ഥലത്തേക്ക്, വളരെ പ്രതിസന്ധിയുടെ നടുവിലേക്ക് ദൈവാത്മാവ് തന്നെ അയക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യമാണ്. ഫിലിപ്പിയിൽ പൗലൂസ് അനുഭവിച്ച കഷ്ടത, ഈ യൂറോപ്പിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന പൗലൂസിന് അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല. ഒരുപാട് പ്രതിസന്ധികൾ പൗലൂസ് അവിടെ അനുഭവിച്ചു. അപ്പോൾ അങ്ങനെ പ്രതിസന്ധിയുടെ നടുവിലേക്ക് പൗലൂസ് പോകുമ്പോൾ താൻ കണക്കുകൂട്ടി തന്നെ അയച്ചത് എൻ്റെ മുമ്പിൽ മാർഗ തടസ്സം സൃഷ്ടിച്ചത് ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവാണ്. കാരണം ഇതിൻ്റെ റിസൾട്ടിനോടുള്ള ബന്ധത്തിലൂടെ വേണം നാം ഇതിനെ കാണാൻ. പത്ത് മിനിറ്റ് കൂടെ ഉണ്ട്, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾക്ക് ഈ രണ്ട് വിഷയങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവഹിതം അല്ലെങ്കിൽ നാം കേൾക്കുന്ന ശബ്ദങ്ങൾ, നമ്മളൊക്കെ ഒരുപാട് ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ല, അതായത് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ പറഞ്ഞില്ല, ദൈവം വളരെ കർശനമായി വിലക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കൽപ്പനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 10 കൽപ്പനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമം എന്ത് ചെയ്യരുത്, വൃഥാ എടുക്കരുത്. ദൈവമെന്ന് പറയുന്ന നാമത്തിൽ തൃത്വത്തിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അത് ഏത് വലിയ ബിഷപ്പായാലും, ഏത് വലിയ പോപ്പായാലും, ഏത് വലിയ പാസ്റ്ററായാലും ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെ ദൈവം കർശനമായി എൻ്റെ നാമം വൃഥാ എടുക്കരുതെന്ന് പറയുമ്പോഴാണ് മകനെ മകളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൂത് പറയുന്നു. നിശ്ചയമായി ഞാൻ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു എന്ന് പറഞ്ഞ് ആ ദൂത് കൈമാറുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. മാനുഷികമായി തോന്നുന്ന തോന്നലുകൾ, തങ്ങളുടെ ഹൃദയത്തിലൂടെ പോകുന്ന ചിന്തകൾ, ഒരു കുടുംബത്തിൻ്റെ സാഹചര്യം മറ്റൊരു വഴിയിലൂടെ മനസ്സിലാക്കി ആ കുടുംബം കടന്നു പോകുന്ന വിഷയങ്ങൾ വേറൊരു സ്ഥലത്തിരുന്ന് മനസ്സിലാക്കി ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി ആ കുടുംബത്തോട് ചെന്നേച്ച് മകനെ മകളെ ഇന്നതെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ദൈവാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞ് ആശ്വാസം കൈമാറുന്ന ആശ്വാസദായകന്മാരെ സ്വീകരിക്കേണ്ട, കേൾക്കേണ്ട ഒരു ബാധ്യതയും ദൈവമക്കൾക്കില്ല. അതേസമയം നാം ഇതിനെ വിവേചിക്കണമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. നല്ലതിനെ മുറുകെ പിടിക്കണം, അപ്പം അല്ലാത്തതിനെ എന്നാ വേണം, വിട്ടുകളയണം. ഞാനതാണ് ആരംഭത്തിൽ പറഞ്ഞത്, നിങ്ങളിൽ എത്ര പേർക്ക് ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് യാതൊരു വിഷമവുമില്ല. ഞാൻ എപ്പോഴും ദൈവവചനം പറയുന്ന കൂട്ടത്തിൽ പറയുന്നതാണ്, എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ കാഴ്ചപ്പാടും ദൈവവചനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമേ ഞാൻ പങ്കുവെക്കാറുള്ളൂ. അങ്ങനെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അത്ര അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, ആത്മാവ് ഇങ്ങനെ ഒക്കെ സംസാരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ എനിക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ദൈവാത്മാവ് പറയാതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താതെ ആത്മാവ് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് ഒരുവൻ ദൂത് കൈമാറിയാൽ അവനെ ദൈവവചനം വിളിക്കുന്നത് കള്ളപ്രവാചകൻ തന്നെയാണ്. കള്ള ചേർത്ത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അത് ദൈവവചനം പറഞ്ഞേക്കുന്ന കാര്യമോ? അല്ല, ഞാൻ ചേർത്തതല്ല. അത് പഴയ നിയമത്തിലും ഉണ്ട്, പുതിയ നിയമത്തിലും ഉണ്ട്.
പഴയ നിയമത്തിൽ ശക്തന്മാരായ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ദൂത് കൈമാറുമ്പോൾ അതിൻ്റെ ഇടയിൽ കള്ളനാണയങ്ങളുണ്ടായിരുന്നു. കണ്ണുനീരിൻ്റെ പ്രവാചകനായ യിരെമ്യാവ് ദൈവസന്നിധിയിൽ ഇരുന്ന് ഇസ്രായേലിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ണുനീരോടുകൂടി വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സില്ലായിരുന്നു. പക്ഷെ അന്നേരം മനസ്സുണ്ടായിരുന്നു, നിൻ്റെ കഷ്ടത തീരാൻ പോണു, നിന്റെ ദുരിതം മാറാൻ പോണു, നിനക്കത് വരാൻ പോണു, നന്മ വരാൻ പോകുന്നു എന്ന് പറയുന്ന പ്രവാചകന്മാരുടേത് കേൾക്കാൻ വലിയ സന്തോഷമാണ്. ദൈവമക്കളെ, ഇത് മാനുഷികമായ ഒരു ട്രെൻഡാണ്. നമ്മളത് മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ്റെ കഷ്ടതയുടെ നടുവിൽ, ഒരു മനുഷ്യൻ്റെ പ്രയാസത്തിൻ്റെ നടുവിൽ അവനോട് കടന്നു ചെന്നുവെച്ച് നിൻ്റെ കഷ്ടത തീരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആശ്വാസം എത്ര വലുതാ. കഷ്ടത തീരുന്നത് നല്ല തന്നെയാണ്, പക്ഷേ ദൈവാത്മാവ് പറഞ്ഞോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിന് എന്നെയും നിങ്ങളെയും ഒരു കഷ്ടതയിലൂടെ കടത്തിവിടുമ്പോൾ നിശ്ചയമായും ദൈവത്തിനൊരു ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഭക്തനായ ഇയ്യോബ് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോയാലും ഞാൻ ഒരിക്കൽ അവനെ കാണും, ഞാൻ ദേഹസഹിതനായി തന്നെ അവനെ കാണും. മാത്രമല്ല, ഞാനിങ്ങനെ കഷ്ടതയിലൂടെ കടന്നു പോയാൽ പൊന്ന് പോലെ ഞാൻ പുറത്തു വരും. പൊന്ന് തീയിലൂടെ കടന്നു പോകുമ്പോൾ പൊന്നിന് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. പൊന്ന് പൊന്നായിട്ട് തന്നെ ഇരിക്കും. പൊന്നിന് ശോഭ കൂടുകയുള്ളൂ. ദൈവപൈതലെ, ഒരു കഷ്ടതയിലൂടെ നമ്മളെ ദൈവം കടത്തിവിടുമ്പോൾ നമ്മുടെ ശോഭ കൂടുന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നു. ഒരു കഷ്ടതയിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ ആ കഷ്ടതയുടെ പിന്നിൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂത്രപ്പണിയും ചിലവാവുകയില്ല. അതിനുവേണ്ടി ആരുടെ അരിക്കൽ പോയി ആലോചന ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നാം സേവിക്കുന്ന ദൈവം നമ്മളോട് ഇടപെടുന്ന ദൈവമാണ്, നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം നമ്മളോട് ഇടപെടുന്നു എന്നുള്ള ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്. നമ്മുടെ മുമ്പിൽ നാം പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധി വന്നുകൂടുമ്പോൾ ആലോചന ചോദിക്കുവാനായിട്ട് ആലോചനക്കാരുടെ അരികിലേക്ക് ഓടുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ ഇരുന്നാൽ, ദൈവസന്നിധിയിൽ ആ വിഷയവുമായിട്ടിരുന്നാൽ നിശ്ചയമായും ദൈവം ആ വിഷയത്തിൽ എന്ത് ചെയ്യും? ഇടപെടും. ദൈവം നമ്മളോട് സംസാരിക്കും. ഞാൻ വളരെ വേഗം മുമ്പോട്ട് പോട്ടെ. 2, ദൈവവചനമാകുന്ന കണ്ണാടി. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രമാണം എന്ന് പറയുന്നത്. ഒരു ദൈവവചനത്തിൻ്റെ പ്രമാണം ഇതാണ്. സഭയ്ക്ക് ഭരണഘടനയുണ്ട്, അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ദൈവവചനമാണ്. വചനത്തിൻ്റെ മുമ്പിൽ നാം, വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നാം ഇരിക്കണം വിഷയവുമായിട്ട്. കണ്ണാടി നമ്മളെ ഉള്ളതുപോലെ കാണിക്കുന്നതാണ്. ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും ഇരിക്കാൻ കഴിഞ്ഞാൽ, വചനം ധ്യാനിക്കുവാൻ കഴിഞ്ഞാൽ, വചനം നമ്മളോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളോട് സംസാരിക്കും, നമ്മളെ കറക്റ്റ് ചെയ്യും. ദൈവമക്കളെ, വചന ധ്യാനത്തിന് നാം എത്ര സമയം എടുക്കുന്നുണ്ട്? എനിക്ക് സമയം അവസാനിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിലെ ചോദ്യം വെക്കുകയാണ്. പാസ്റ്റർ ബുധനാഴ്ച ഒരു ബൈബിൾ ക്ലാസ് എടുക്കും, വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് കുറച്ച് പേര് കയറും, ശനിയാഴ്ച വൈകിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് യോഗമുണ്ട്, ഞായറാഴ്ച ഒരു ബൈബിൾ ക്ലാസ്സും കിട്ടും, ഒരു പ്രസംഗവും കിട്ടും. ഈ പരിപാടിയും കൊണ്ട് നടക്കുകയാണോ? അതല്ലാതെ ഈ ദൈവവചനം എത്ര അഗ്നിശോധനകളെ അതിജീവിച്ചാണ് ഇന്ന് ഈ ദൈവവചനം നിലനിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ബൈബിളിൻ്റെ ചരിത്രം നാം പഠിക്കണം. ഭൂമിയിൽ ഇത് ഇല്ലാതാക്കാൻ ശ്രമിച്ച സമൂഹങ്ങൾ, ഭരണാധികാരികളുണ്ട്, ചിന്തകന്മാരുണ്ട്. വല്ലതും സാധിച്ചോ? ഇന്ന് ലോകത്തിൽ എവിടെയും ആർക്കും റീച്ച് ചെയ്യാവുന്ന നിലയിൽ ഇന്ന് ബൈബിൾ സുലഭമല്ലേ? ഈ ബൈബിൾ നമ്മുടെ കയ്യിൽ എത്ര വേർഷനുണ്ട്? അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ബാക്കിയെല്ലാം വിട്ടേര്. ദൈവവചനത്തിൻ്റെ മുമ്പിൽ ആഴ്ചയിൽ അല്പസമയം ഇരിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? വചനമാകുന്ന കണ്ണാടി. നമ്മൾ ആരും ഒരാഴ്ച കണ്ണാടി ഉപയോഗിക്കാതെ ജീവിക്കുന്നില്ലല്ലോ. ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം കണ്ണാടിയുടെ മുമ്പിൽ പോകുന്നു. എന്നാൽ നമ്മെ ഉള്ളതുപോലെ വെളിപ്പെടുത്തുന്ന, നമ്മളെ ഉള്ളതുപോലെ കാണിക്കുന്ന, നമ്മുടെ കുറവുകൾ കാണിക്കുന്ന, നമ്മുടെ പോരായ്മകൾ കാണിക്കുന്ന വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ ആഴ്ചയിൽ ഒരു ദിവസത്തിൻ്റെ അല്പസമയം പോലും നമുക്ക് ഇരിക്കാൻ നേരമില്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള വെളിപ്പാട് വേറൊരാളുടെ കൈ ദൈവം കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അവിടെ വിടട്ടെ, സമയം അവസാനിക്കുന്നല്ലോ. ദൈവമക്കളെ, 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാം കടന്നു പോകുന്ന വിഷയത്തിൽ ഭക്തന്മാരായ ദൈവദാസന്മാർ ഇതുപോലെ നാം കടന്നു പോകുന്നത് പോലെ തന്നെയുള്ള സിറ്റുവേഷനുകളിലൂടെ പോയി അതിനെ അതിജീവിച്ച ദൈവദാസന്മാരുണ്ട്.
അവരോട് ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാര്യം അവർ ആ വിഷയത്തെ എങ്ങനെ അതിജീവിച്ചു. കാരണം നമുക്ക് കടന്നു പോകുന്നതിന് സിമിലറായ കാര്യങ്ങളിലൂടെ പോകുന്ന ഭക്തരായ ആളുകളുമായുള്ള സമ്പർക്കം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനപ്പെടും എന്നാണ്. ഇതിലെല്ലാം ഉപരി ഈ ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവീൻ എന്ന് പറയുന്ന ഒരിമ്പ സ്വരം നമ്മുടെ കാതുകളിൽ മുഴങ്ങും. ദൈവമക്കളെ, ഇന്ന് രാവിലെ സമയം അവിടെയും ഇവിടെയും കേൾക്കുന്ന ദൂതല്ല വിഷയം, അവിടെയും ഇവിടെയും മുഴങ്ങുന്ന ശബ്ദങ്ങളല്ല വിഷയം. ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതൽ ഇരുന്നാൽ, അവൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, പ്രയാസങ്ങളുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, അവൻ്റെ ചെവിയിൽ മകളെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് ദൈവാത്മാവ് തന്നെ സംസാരിക്കും, ദൈവം തന്നെ സംസാരിക്കും. ഇതാകുന്നു വഴി, നീ ഇതുവഴി നടന്നുകൊള്ളുക എന്ന് പറഞ്ഞ് ആ വഴിയെ നടത്തും. ആ വഴി വിജയത്തിലേക്കുള്ള വഴിയായിരിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എനിക്ക്